ഒരുപാട് രോഗികൾക്കുള്ളൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിൻ്റെ കാരണം പലപ്പോഴും നമ്മൾ സാധാരണ ചെയ്യുന്ന ഹാർട്ടിൻ്റെ ടെസ്റ്റുകളിലൂടെ മനസ്സിലാക്കാനേ കഴിയില്ല. എന്ന് വെച്ചാൽ ചില ആളുകൾക്ക് വിട്ടുമാറാത്ത കിതപ്പുണ്ടാവും, തലകറക്കുണ്ടാവും, ക്ഷീണുണ്ടാവും. പക്ഷേ ഹാർട്ടിൻ്റെ ടെസ്റ്റുകളൊക്കെ നോർമലായിരിക്കും. ഇങ്ങനെയുള്ള ആളുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന യഥാർത്ഥ പ്രശ്നം കണ്ടെത്താനുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. ഈ സിമ്പിൾ ടെസ്റ്റ് എന്താണെന്നുള്ളതും ഇത് ചെയ്താലുള്ള മെച്ചങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് നോക്കിയാലോ. ഞാൻ ഡോക്ടർ അനിൽ സലീം, കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാർഡിയോളജി. ഈ ടെസ്റ്റിന്റെ പേരാണ് CPET, കാർഡിയോ പൾമണറി എക്സർസൈസ് ടെസ്റ്റ്. ഹാർട്ടിന്റെ ആരോഗ്യം നോക്കാൻ പറ്റും, ശ്വാസകോശത്തിന്റെ ആരോഗ്യം നോക്കാൻ പറ്റും, അതുപോലെ തന്നെ മസിലിന്റെ ആരോഗ്യം നോക്കാൻ പറ്റും. നമ്മളൊരു വ്യക്തി നടക്കുകയാണെങ്കിൽ, എക്സർസൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ സത്യത്തിൽ ഈ 3 അവയവങ്ങളും വളരെ ഇൻവോൾവ് അല്ലേ. നടക്കണമെങ്കിൽ, ഓടണമെങ്കിൽ മസിൽ വേണം, ശ്വാസം എടുക്കണമെങ്കിൽ ശ്വാസകോശം വേണം, ഹാർട്ട് പമ്പ് ചെയ്തിട്ടാണ് എക്സർസൈസിനുള്ള ആരോഗ്യം കൊടുക്കുന്ന രക്തം ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ടെസ്റ്റിലൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ CPET ടെസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെച്ചം. ഇതൊരു സ്റ്റാറ്റിക് സൈക്കിൾ ഉണ്ടാവും. ആ സൈക്കിളിൽ നമ്മളോട് ചവിട്ടാൻ വേണ്ടിയിട്ട് പറയും. ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓക്സിജന്റെ അളവ്, കാർബൺ ഡയോക്സൈഡിന്റെ അളവ്, നമ്മുടെ ഹാർട്ട് റേറ്റ്, BP, ശ്വസന പ്രക്രിയ, ഇതെല്ലാം മെഷർ ചെയ്യുന്നു, ഡാറ്റ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ഹാർട്ടിന്റെ അസുഖങ്ങൾ കണ്ടെത്താൻ പറ്റും, അതുപോലെ തന്നെ മസിലിന്റെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ പറ്റും, ശ്വാസകോശത്തിനകത്തുള്ള പ്രഷർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ മൈറ്റോകോൺട്രിയയുടെ അസുഖങ്ങൾ വരെ CPET ടെസ്റ്റിലൂടെ നമുക്ക് പലപ്പോഴും കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കാറുണ്ട്. ഒരുപാട് രോഗികൾ പല ടെസ്റ്റുകളും ചെയ്തിട്ട് അസുഖം കണ്ടെത്താത്തത് CPET ടെസ്റ്റിലൂടെ വളരെ നിസ്സാരമായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഹാർട്ട് ഫെയിലിയറിൽ തന്നെ പമ്പിങ് കുറയാതെ വരുന്ന ഒരു ഹാർട്ട് ഫെയിലിയർ, ഈ അസുഖം പലപ്പോഴും CPET ടെസ്റ്റിലൂടെ മാത്രമാണ് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കുക. മറ്റൊരു അവസ്ഥ എന്താണ്? ഹൃദയം വെറുതെ ഇരിക്കുന്ന സമയത്ത് ഹാർട്ടിന്റെ പമ്പിങ് ഒക്കെ നോർമലായിരിക്കും. പക്ഷേ ഒന്ന് ആയാസപ്പെടുന്ന സമയത്ത് ഹൃദയത്തിന് വേണ്ട രീതിയിൽ പമ്പിങ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇതും ഈ ടെസ്റ്റിലൂടെയാണ് നമ്മൾ കണ്ടെത്തുക. മൂന്നാമത്തെ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ അനിറോബിക് ത്രഷോൾഡ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇതിലൂടെ സാധിക്കും. ഒരു വ്യക്തിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ എത്ര കൂടിയ എക്സർസൈസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ലിമിറ്റ്, അതാണ് അനിറോബിക് ത്രഷോൾഡ് എന്ന് പറയാം. അതൊരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഫിസിയോളജിക്കൽ മാർക്കറാണ്. അത് ഈ ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മറ്റു ചില ആളുകൾക്ക് ശരീരത്തിനകത്ത് ഓട്ടോമാറ്റിക് സിസ്റ്റം, എന്ന് വെച്ചാൽ ഹൃദയമിടിപ്പ് സ്വയം കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം, അതല്ലെങ്കിൽ BP സ്വയം കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം, ഇതിൽ വരുന്ന തകരാറുകൾ കണ്ടെത്താനും ഈ ടെസ്റ്റ് വഴി നമുക്ക് സാധിക്കാറുണ്ട്. ലോങ് കോവിഡ് വന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകളുടെ ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും ആരോഗ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടും. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ആർക്കും കണ്ടെത്താൻ കഴിയാത്ത പല അസുഖങ്ങളും പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു നല്ലൊരു ടെസ്റ്റാണിത്. പലപ്പോഴും ഭൂരിപക്ഷം ഡോക്ടർമാരും ഇത് അറിയാത്തത് കാരണം ഈ ടെസ്റ്റിനെ കുറിച്ച് രോഗികളോട് സജസ്റ്റ് ചെയ്യാറ് പോലുമില്ല. മെഡിക്കൽ മിസ്റ്ററികളെ കുറിച്ച് താല്പര്യമുള്ള ആളുകൾക്ക്, പുതിയ ടെസ്റ്റുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളുകൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.